കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തുലാവർഷം ഇന്ന് എത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാലവർഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും അങ്ങ് പിന്മാറും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നതായിരിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് നല്ല മഴ ഇപ്പോഴേയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മഴ മുന്നറിയിപ്പ് നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് നോക്കിയാലോ. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൊടുത്തിട്ടുണ്ട്. 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഏതൊക്കെ ജില്ലകളാണ് യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും എന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അതോടൊപ്പം തന്നെ എറണാകുളം, തൃശൂർ, മലപ്പുറം ഈ 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. പ്രേക്ഷകർക്ക് മാപ്പിൽ തന്നെ കാണാൻ പറ്റും. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഓറഞ്ച് അലേർട്ട്. ഒന്നും കൂടി പറയാം, മലപ്പുറം, തൃശൂർ, എറണാകുളം, അത് കഴിഞ്ഞ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഇത്രയും ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിൽക്കുന്നത്. ഇടുക്കിയിലും കോട്ടയത്തുമാണ് ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. 2 ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. അപ്പോൾ തുലാവർഷം ഇന്ന് തന്നെ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വടക്കൻ ജില്ലകളിലോട്ട് മലപ്പുറത്ത് മാത്രമേ പ്രധാനമായിട്ടും അലേർട്ട് നൽകിയിട്ടുള്ളൂ. ബാക്കിയിടങ്ങളിൽ മറ്റ് അറിയിപ്പുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. മധ്യ തെക്കൻ കേരളത്തിലേക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ടും മഴ സ്വാധീനിക്കുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ തുലാവർഷം ഇന്ന് എത്തുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടാകും. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്. എന്ത് തരത്തിലുള്ള അറിയിപ്പുകൾ വന്നാലും അതെല്ലാം ശ്രദ്ധിക്കുക തന്നെ വേണം. മലയോര മേഖലയിലും തീരപ്രദേശത്തുമുള്ളവരൊക്കെ തന്നെ ജാഗ്രത തുടരുക തന്നെ വേണം. ആ അറിയിപ്പ് എല്ലാ മഴ സമയത്തും വരുന്നതായിരിക്കും. യാത്രയൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. കുട എടുക്കാൻ മറക്കേണ്ടതില്ല. പല അപകടങ്ങളൊക്കെ ഒരുപക്ഷെ ശക്തമായ മഴയിൽ കാറ്റോടുകൂടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. അപ്പോൾ